കന്യാസ്ത്രീകൾ രണ്ടുപേരും. അല്ല, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. FIR-ൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സത്യാവസ്ഥ വെളിവിൽ വന്നിട്ടും ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയാണ് ഇത് മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തലും നടത്തിയതിന്റെ പേരിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന്. ഇതിനപ്പുറം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത്? ഇതിനപ്പുറം നിയമവിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത്? ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIR ഇട്ട കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ബജരംഗ ദളിന്റെ ആരോപണമാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത്? ഇത് എന്ത് ഗൗരവാവസ്ഥയാണ്? വേറെ ആരും അല്ല പറഞ്ഞു, BJPയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അവര് മനുഷ്യക്കടത്തലിനും അതുപോലെ തന്നെ മതപരിവർത്തനത്തിനും വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതെന്ന്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇന്ന് തന്നെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. കന്യാസ്ത്രീകൾ ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കി. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഈ ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ വെളിപ്പെടുത്തി. ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ജനാധിപത്യ നേതാക്കളും ഉറക്കെ പറഞ്ഞിട്ടും അതൊന്നുമല്ല, ഇത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വലിയ ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും. മുഖ്യമന്ത്രി FIR-ൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ, ബജരംഗ ദൾ പറയുന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഇത് കൃത്യമായ ഗൂഢാലോചന മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞിട്ടാണോ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവാവസ്ഥ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഞാൻ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും അവർ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എനിക്കറിയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠമാണത്. അവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ജയിലിലടക്കുന്ന സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നാണോ? എന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരക്ഷരം മിണ്ടുന്നില്ല. കത്ത് കൊടുത്തു, മുഖ്യമന്ത്രി കത്ത് കൊടുത്തു, ആഭ്യന്തരമന്ത്രി കത്ത് കൊടുത്തു. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഇടപെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഈ രീതിയിൽ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ വില BJP കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യം ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നത്. ഛത്തീസ്ഗഡിലേക്ക് BJP നേതാക്കളടക്കം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി തന്നെ വേറൊരു നിലപാട് പറയുന്നു. BJP അല്ല, എന്ത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ വലിയ പ്രഹസനവും നാടകവും. അവരീ പറയുന്നതിനകത്ത് വല്ല അർത്ഥം. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ചെറിയ നേതാവിന്റെ വാക്ക് കേട്ടിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്? നടത്തിയതിന്റെ ഗുണമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. CBCയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ BJP അംഗങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്? അല്ല, ഇന്നലത്തെ ചില ചർച്ചകളിലൊക്കെ ഞാൻ കാണുകയുണ്ടായി, ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അതായത് BJPയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്, നീതി ഉറപ്പാക്കും. ഇതാണ് നീതി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നീതിയായിട്ട് വന്നിരിക്കുന്നത്. അവരെ ജയിലിലടച്ചത് മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിൻ്റെയും പേരിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തൊരു മോശമാണ്! ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പ്രത്യയശാസ്ത്രമല്ലേ ഇവരുടേത്? ആ രീതിയല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചുമത്തിയ കുറ്റങ്ങൾ ശരിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പെൺകുട്ടികളിൽ ഒരാൾ മൊഴി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് അതിന്റെ വിഷ്വൽ കണ്ടില്ലേ? നിങ്ങളുടെ തന്നെ ചാനലുകൾ പലരായിട്ട് കാണിച്ച വിഷ്വൽ ഞാൻ കാണുകയുണ്ടായല്ലോ. ബജരംഗദളിന്റെ പ്രവർത്തകർ ഒരാളെ ഭീകരമായി മർദ്ദിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആളുകളെ ഒരാളെ മാറ്റി പറയിപ്പിച്ചതാണോ കാര്യം? അവരുടെയൊക്കെ പെർമിഷനോട് കൂടിയാണെന്നല്ലേ രേഖകൾ കാണിച്ചു കൊടുത്തില്ലേ? ഇനിയിപ്പോൾ അവർ ഭരിക്കുന്ന സംസ്ഥാനം, അവരുടെ പോലീസ്, അവരുടെ കയ്യിലുള്ള ഗുണ്ടകൾ, അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്തും പറയിപ്പിക്കാമല്ലോ. അപ്പം ഇത് തന്നെ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട്?
ഇത് എന്തോ വലിയ ക്രൂരത കുറ്റം ചെയ്യുന്ന ആളുകളാണ് ഈ കന്യാസ്ത്രീകളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ അവരുടെ പശ്ചാത്തലം? അങ്ങനെയാണോ അവരുടെ പാരമ്പര്യം? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ CBCA പറഞ്ഞത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും CBCA ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. മൈനോറിറ്റി വകുപ്പിൽ ജോർജ് കുര്യനൊന്നും വിചാരിച്ചാൽ ഈ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതിൽ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ തന്നെ നമ്മളറിയാം. കേരളത്തിലെ നേതാക്കന്മാരോ അവരൊക്കെ ചെയ്യുന്നത് വെറും ഐവാഷാണെന്ന് ഞങ്ങൾ മുൻപേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ വോട്ട് കിട്ടാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ കാണിക്കുന്ന ഒരു സർക്കസ് അല്ലാത്ത ആത്മാർത്ഥം മനസ്സിൽ നിന്ന് വരണ്ടേ? മനസ്സിനകത്ത് സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള സൗഹാർദ്ദവും മനസ്സിൽ നിന്നല്ലേ ഉണ്ടാവേണ്ടത്. അത് BJPക്ക് ഇല്ലല്ലോ. അവർക്ക് വേണ്ടത് അവിടുത്തെ വോട്ട് രാഷ്ട്രീയമാണ്. ഇത് പ്രചരിപ്പിക്കുകയാണ് മതപരിവർത്തനം നടത്തുന്നവരാണെന്ന്. പക്ഷേ ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്ന് BJP പറയുന്നുണ്ട്. ഇതിന്റെ മറുപടിയായിട്ടാണ് മതപരിവർത്തനം തുടങ്ങി വെച്ചത് 1960. അല്ല, നിങ്ങൾ 60-ലെ കാര്യമാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. പിന്നെ എനിക്ക് മറുപടിയില്ല. ഇത് 66 കൊല്ലം മുമ്പുള്ള കാര്യം ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ചത്. അത് 66 കൊല്ലത്തിന് മുമ്പിലേക്ക് പോകണമെങ്കിൽ എനിക്ക് വയസ്സ് അത്രയായിട്ടില്ല. ഈ പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം ഉന്നയിച്ചു, പ്രധാനമന്ത്രിക്ക് കത്തയച്ചു, ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. ഇതിലൊന്നും തന്നെ ഒരു അനുകൂലമായിട്ടുള്ള നടപടിയോ സമീപനങ്ങളോ ഉണ്ടായിട്ടില്ല. ഇനി എന്താണ്? അല്ല, ഞങ്ങൾ ഇത് അങ്ങനെ വിടാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കും എന്നുള്ളത് കാണണമല്ലോ. അതിനകത്ത് ഞങ്ങളൊന്നും വേറെ കണ്ടുകൊണ്ടല്ല. ഞങ്ങൾക്ക് അവരെ പോലെ വോട്ട് രാഷ്ട്രീയമില്ല. ഇതിനകത്ത് ബേസിക്കലായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് നാട്ടിലുണ്ടാവണം. സഞ്ചാര സ്വാതന്ത്ര്യമില്ല, പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ടാവണ്ടേ? അപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ധിക്കാരത്തിനും ഏത് അഹങ്കാരത്തിനും നിന്നു കൊടുക്കലല്ലോ നമ്മുടെ ജോലി. അതുകൊണ്ട് ഞങ്ങൾ ഇത് ശക്തമായിട്ട് ഉന്നയിക്കും. പാർലമെന്റിന്റെ സമ്മേളനങ്ങളിലും പാർലമെന്റിന് പുറത്തും ഛത്തീസ്ഗഡിനകത്തും എല്ലാം ഉന്നയിക്കും എന്നുള്ള സംശയമില്ല. വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കും. അല്ല, MP-മാരുടെ ഒരു സംഘത്തെ ഈ തെരഞ്ഞെടുപ്പ് ഈ ചർച്ചയ്ക്ക് ശേഷം കേരളത്തിലുള്ള MP-മാരുടെ സംഘത്തെ വസ്തുതാ റായ്പൂരിലേക്ക് അയക്കുവോ അല്ലെങ്കിൽ വസ്തുതാ പഠനത്തിന് പോകും? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴും ആ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്, ക്രിസ്മസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CBCA ആസ്ഥാനത്ത് ആഘോഷിച്ചതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അതറിയില്ലേ? ഗോവ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇവിടെ പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ മാർപ്പാപ്പയെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. എത്രയോ നാളായിട്ട് ഇന്ത്യ രാജ്യം കാത്തിരിക്കുകയാണ് മാർപ്പാപ്പ പോപ്പൽ വിസിറ്റ്. അപ്പോൾ ഗോവ തിരഞ്ഞെടുപ്പ് വരുന്നവരെ അദ്ദേഹത്തിന് ഭൂതോദയം വന്നു, മാർപ്പാപ്പയെ വിളിക്കാൻ പോവാണ്. ഗോവ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഗോവയിലെ അടുത്ത തിരഞ്ഞെടുപ്പ് 1 വർഷമേ ഉള്ളൂ ഇനി ബാക്കി. എന്തായി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളത് കൊടുത്തില്ല ആരും. തൽക്കാലം ഈ പീഡനം അവസാനിപ്പിക്കാൻ. ഇത് ഓരോ ദിവസവും ഇങ്ങനെ ടാർഗറ്റ് ഇട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണ്? കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വേണം. അതിനുവേണ്ടി ആട്ടിൻ തോലിട്ട ചെന്നായിക്കൾ പോലെ അവരടുത്ത് പോകണം. അപ്പോൾ അവിടത്തേക്ക് ക്രിസ്ത്യന്മാരാണ്. അവിടെ മുസ്ലിങ്ങളാണ് കുഴപ്പം. കേരളത്തിന് പുറത്തെല്ലായിടത്തും ക്രൈസ്തവരാണ് കുഴപ്പം. അവരാണ് മതപരിവർത്തനം ഉണ്ടാക്കുന്നവർ. പിന്നെ സിഖുകാർക്കെതിരായിട്ടുണ്ട്, ജൈനന്മാർക്കെതിരായിട്ടുണ്ടാവും, ന്യൂനപക്ഷങ്ങൾക്കെതിരെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പട്ടികജാതിക്കാർക്കെതിരെ, പട്ടികവർഗക്കാർക്കെതിരെ, അതുപോലെ പിന്നോക്കക്കാർക്കെതിരെ എല്ലാം ഇവരുടെ മൈൻഡ് സെറ്റ് വളരെ ക്ലിയർ ആണ്. അവരുടെ ഒരു ലിമിറ്റഡ് ലോകത്തിനപ്പുറം വേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇംഗ്ലീഷ് പഠിക്കുന്നത് തന്നെ മഹാപാപമാണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ 10 പേര് ജീവിച്ചു കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷിൻ്റെ പേരിലാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നമ്മുടെ മിഷണറിമാരൊക്കെ ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മഹാപാപമാണെന്നാണ് ഇവരുടെ മറ്റൊരു ഫിലോസഫി. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്ന ഒറ്റ അജണ്ടയാണ്. ഇവരുടെ അജണ്ട വളരെ ക്ലിയർ ആണ്, സൊസൈറ്റി ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തിയേ മതിയാകൂ. ഞങ്ങൾ അതിന് മുന്നിൽ ശക്തമായിട്ട് നിലകൊള്ളും. ഈ കേരളത്തിൽ ക്രിസ്മസ്, ഈസ്റ്റർ ഉള്ള ദിവസങ്ങളെല്ലാം ക്രൈസ്തവ വിഭാഗക്കാരുടെ വീടുകളിൽ BJP നേതാക്കൾ പോകുന്നു. അപ്പോൾ ക്രൈസ്തവ വിഭാഗക്കാർ എന്താണ് ഇനി കേരളത്തിൽ കരുതേണ്ടതെന്ന്? അല്ല, അവരൊക്കെ സ്വന്തമായി ചിന്തിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ് നമ്മുടെ നാട്ടുകാരെല്ലാം, കേരളക്കാരൻ. അവർ യഥാസമയങ്ങളിൽ ചിന്തിച്ച് യഥാർത്ഥ സമയങ്ങളിൽ എടുക്കേണ്ട തീരുമാനം എടുത്തുകൊള്ളുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ലോക്സഭയിലെ ചർച്ചയിൽ പഹൽഗാമുമായും ഓപ്പറേഷൻ സിന്ദൂരുമായും ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഇപ്പൊ തള്ളുകയാണ്. ശേഷം ഒന്നും ചെയ്യാത്തവരാണ്. ട്രംപിന്റെ പ്രസ്താവന ആരാ തള്ളിയത്? 26 തവണ ട്രംപ് പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാത്ത പ്രധാനമന്ത്രിയെ
ആണോ തള്ളി എന്ന് പറയേണ്ടത്? ഈ പറയേണ്ട ഇന്നിവിടെ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇത് ഈ പ്രധാനമന്ത്രിക്ക് ഒരു എക്സിൽ ഒന്ന് കുറിച്ചാൽ പോരായിരുന്നോ? ട്രംപ് പറയുന്നത് ശരിയല്ല എന്ന് പ്രധാനമന്ത്രി ഒന്ന് കുറിച്ചാൽ തീരുന്നതല്ലേ ഉള്ളൂ പ്രശ്നം. എന്താ കുറിക്കാത്ത? ഇന്ന് രാജ്നാഥ് സിംഗ് പോലും മിണ്ടിയിട്ടില്ലല്ലോ അത്. പിന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വല്ലതും ഉണ്ടായോ? പ്രതിപക്ഷത്തിന്റെ കള്ളങ്ങൾ നാളെ പൊളിച്ചെടുക്കുമെന്നാണ് അമിത്ഷാ അവസാനം അവര് വിചാരിക്കുന്നത് അവരുടെ ഈ ഒരു പ്രചരണ തന്ത്രം കൊണ്ട് ഈ എല്ലാ പരാജയവും വിജയമാക്കി മാറ്റാന്നാണ്. അവർ സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുള്ള ചിത്രം ഈ 1-2 ദിവസത്തിൽ ഇന്നത്തെ വ്യക്തമായിട്ടുണ്ട്. നാളെ കുറച്ചും കൂടെ വ്യക്തമാവും. തരൂര് ലോക്സഭയിൽ സംസാരിക്കാത്തതിനെയും BJP ആയുധമാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും.